ശാരദ ചായക്ക് വെള്ളം വെച്ചോ? വേഗല്ലേ അവരിങ്ങെത്തി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ, അതാ നേരം ഇരുന്നാട്ടെ. കസേര ഇവർക്ക് ഇതൊക്കെ മതി. ഞങ്ങളാ പ്രധാനപ്പെട്ട ആള്, ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ട് കാണും, മുരുകച്ചോട്ടിൽ രമേശൻ നായർ. ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. ചെറുക്കിന് പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നേ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ. സ്ത്രീധനത്തിന് ഞാനെതിരാ. സ്ത്രീധനത്തിന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ. രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്. എന്നാ രജനോട് ചായ എടുക്കാൻ പറയാ. ശാരദേ, അവൾ അവിടെ തന്നെ ഇരിക്കുക. ചായ എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു. നാണമായിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം. അഭിപ്രായം വേണ്ട. ഞാൻ ഊമേലടോ. ഒന്നും മിണ്ടാതിരിടോ. എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ, പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ലു സഹദേവാ. ഞാനും വരാം. ഇരിക്കടോ. പറസട്ടാ വാ. ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും. കാരക്കൂട്ടിൽ ദാസൻ. ഞാൻ പെട്ടിക്കടയാണ്, പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടാണ്. എന്താ പേര്? തീർന്നില്ല ദാസ. രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പോകാം ദാസ. അല്ല, നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് പിരിയാം. അതാ നല്ലത് രമേശൻ നായരെ. അല്ല, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയം എവിടെ ഇരിക്കണു? അതല്ല പ്രസിഡന്റെ, ഒന്നിങ്ങോട്ട് വന്നേ. ഇത് നടക്കില്ല പ്രസിഡന്റ്. എന്തേ? അത് ആ പെണ്ണ് പിഴയാ. ഞാനൊരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി വെച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. ദാസന് പെണ്ണ് പിടിച്ച മട്ടാ. നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ. വഴിയുണ്ട്. നമുക്കേ സംഗതി തിരിച്ചടിക്കാം. എങ്ങനെ? അതൊക്കെ ഞാനേറ്റു. രമേശൻ നായർ കൂടെ വന്നാ മതി. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി. വച്ച് നീട്ടണ്ട. പറ്റിയ നാളെ തന്നെ. അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കുട്ടി ദാസൻ റൗഡിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട. പ്രസിഡന്റ്, ദാസ വന്നേ. ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഏതായാലും വിളിച്ചോണ്ട് വന്നവര് തന്നെ അയാളെ അവമാനിച്ച ശരിയായില്ല. ഒരിക്കലും എന്റെ തലേ കയറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്കും എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും. വേറെ കാര്യമുണ്ട് ദാസ. താൻ എന്നെ നന്നാക്കി എടുത്തോളാം. മതിയോടോ. ദാസ, സത്യം അറിയുമ്പോൾ ദാസന്റെ ഇതിൽ നിന്ന് പിന്മാറും. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ അറിയണമെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എന്നാ പിന്നെ അവന്ന് അറിയണം. കുഴപ്പമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. പ്രസിഡന്റ്, ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തന് ഈ വീടിന്റെ പടി ഇറങ്ങില്ല. ആണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. പ്രസിഡന്റ്, രമേശൻ ആരും ഉണ്ടാകും നിൽക്കണം. എടോ മനുഷ്യ, ഈ പെണ്ണേ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ. മനസ്സിലായോ? രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല. അതെന്താ പ്രസിഡന്റ്? എല്ലാ അവതാര പുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു. രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെന്ന് വേണം കരുതാൻ. സത്യമാണ് പ്രസിഡന്റ്. ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മളൊരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ രമേശേട്ടൻ തിരിച്ചറിയുക. അവള് കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ തൊലഞ്ഞു പോവില്ലായിരുന്നോ? ആ ബ്രോക്കർ കിട്ടാ കൊടുക്കേണ്ടത്. അതെ, ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ. പിന്നെ അവനെ കുഴി ചാടിക്കാന്ന് വെച്ചാൽ രമേശൻ നായർ കൂടെ ഉണ്ടായത് നിന്റെ ഭാഗ്യാന്ന് കരുതിക്കോ ദാസ. ഭാഗ്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് അവളെ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? ദാസ, ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എനിക്ക് വിശ്വാസമില്ല. രമേശൻ നായർ അന്ന് നടന്നത് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ.
നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായതെന്നാ? കഴിഞ്ഞ മേഡം 12-ാം തീയതി. ആ, അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങിയില്ല. വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ. ബസ് സ്റ്റാൻഡിനടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു. എനിക്ക് പോണം. അങ്ങനെ പോകാനാണോ ഞാൻ എന്നെ കൊണ്ടുവന്നത്? നിന്നെ തൊട്ടടുത്ത മുറിയിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ. അത് സാരയില്ല സാറേ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. അല്ല, ഇവിടെ എന്താ ഏർപ്പാടെന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ? ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. രമേശൻ നായർ ഇത്തരം അസാൻമാർഗിക പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല. അതാരാ ഈ രമേശൻ നായര്? അത് ഞാൻ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല. ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ. അതല്ല, അസൗകര്യം ഉണ്ടെങ്കിൽ മുറി കാലിയാക്കി സ്ഥലം വിട്ടോന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. വെറുതെ കിടന്ന് മേളം വെക്കണ്ട. രക്ഷപ്പെടാൻ നോക്കുന്നു. നടക്കാൻ പുറകെ പിടിച്ചു കയറ്റും. ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ നായരുമാണെങ്കിൽ ദാസൻ ഇത് വിശ്വസിക്കണം. ഞാനും അത്ര നല്ലവനൊന്നുമല്ല. നീ ഇപ്പൊ നല്ലവനാണ്. ആയിരുന്നു നമ്മളാ പെണ്ണ് കാണുന്നത് വരെ. ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പിഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി കയറ്റുന്ന പ്രശ്നമില്ല, മനസ്സിലായോ? നിങ്ങൾ ആരുമല്ലല്ലോ, ഞാനല്ലേ കെട്ടുന്നത്. എന്ന് വെച്ച് ദാസ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാ അതിന് കൂട്ടു നിൽക്കുക? കൂട്ടു നിൽക്കാൻ തന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? എടാ, സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയത്തിന് മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട. ഇന്നെന്നെ വിളിച്ചുകൊണ്ടുപോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടൽ ദാസൻ എന്നല്ല. രമേശൻ നായർക്ക് ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട് പ്രസിഡന്റ്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല. ഇതൊന്നും നല്ല പെൺകുട്ടികളുടെ സ്വഭാവമല്ല. ലേഖയുടെ അച്ഛൻ വന്നതേ അവളെ തിരുനെല്ലിയിൽ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകാനല്ല, സ്വന്തം അമ്മയുടെ ശ്രാദ്ധത്തിന് കർമ്മങ്ങൾ ചെയ്യാനാ. അതിനാണുങ്ങൾ പോയാ പോരെ? അത് നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ലേ തന്നെ ആ പാവം അച്ഛനല്ലാതെ അവൾക്ക് അങ്ങനെ മാറിയിരിക്കുന്നു. ഞാൻ ലേഖയോട് പോണ്ടാന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ. ഇവിടുന്ന് തിരുനെല്ലി വരെ സഞ്ചരിച്ച് അവള് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതിയാ. അയ്യടാ, എന്തൊരു സ്നേഹം. അവള് പോയാ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നോവൽ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പേടിയില്ലേ നിനക്ക്? ഞാൻ നോവൽ വായിക്കുന്നതേ എനിക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടാ. എന്റെ ഭർത്താവ് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചു തരുന്നത് എന്നെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണിയെടുപ്പിക്കാനല്ല. അവളുടെ ഒരു ഡ്രാഫ്റ്റ്. ലേഖേ, ഞാൻ കാരണം നീ മോഹം പൊരിപ്പിക്കണ്ട. തിരുനെല്ലിക്കോ രാമേശ്വരത്തിക്കോ എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. ഞാനും എന്റെ മോളും കുറച്ച് ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ. എന്റെ നടുവേന കുറച്ചുകൂടെ കൂടിക്കോട്ടെ. ലേഖ പോയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ വന്നാലോ? അങ്ങനെയൊന്നും പറയരുത് ചേച്ചി. അച്ഛനൊറ്റയ്ക്ക് കൂടുതലൊന്നും പറയണ്ടെന്നേ, നീ പൊയ്ക്കോ. ചായ കുടിക്കച്ചാ. മോള് നാളെ കാലത്തെ അങ്ങ് വീട്ടിലോട്ട് വന്നാ മതി. 1:30 ഒരു മാനന്തവാടി ഫാസ്റ്റ് ഉണ്ട്. രാത്രിയിൽ അവിടെ എത്താം. എന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരു നമ്പീശനെ ഓർമ്മയില്ലേ മോക്ക്? മൂപ്പർ അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വെളുക്കുമ്പോ തിരുനെല്ലിൽ എത്തിയാ മതി. എനിക്കിവിടുന്ന് പോരാൻ കഴിയില്ലച്ചാ. ലീവെല്ലാം കഴിഞ്ഞു. മാത്രമല്ല രമേശ് ചേട്ടന് നല്ല സുഖമില്ല. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. ഒക്കെ വെറും വിശ്വാസമായിരിക്കാം. എന്നാലും കർമ്മം ചെയ്യാൻ എന്റെ മോള് വന്നില്ലെന്ന് അമ്മ ചോദിക്കില്ലേ? ഞാൻ എന്താ പറയാ? വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കും അച്ഛ. ചേച്ചേ, തീരെ ശരിയായില്ലേക്കേ. അച്ഛൻ എന്തുമാത്രം വിഷമം തോന്നിക്കാണും. ഞാൻ എന്ത് ചെയ്യാനാ? ആ, കരയാതിരിക്കേ. ചേട്ടത്തിയല്ലോ നിന്നെ കെട്ടിയിരിക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ അച്ഛന്റെ കൂടെ തിരുനെല്ലിയിൽ പോകും. എന്റെ അമ്മ, അതുകൊണ്ടാ എനിക്ക് വിഷമം. ഇതാണ് നിന്റെ കുഴപ്പം. വേണ്ടപ്പോ ഒരു തീരുമാനം എടുക്കില്ല. പിന്നെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. കരയുമ്പോഴോ നിന്നെ കാണാനൊരു ചന്തവും ഇല്ല. നോക്ക്, മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ചതാ. അത് നടക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ യുദ്ധം നടന്നാലും ശത്രുരാജ്യങ്ങൾ ഇവിടെ ബോംബിട്ടാലും ഭൂമി പിളർന്നതേ ഈ വീട് 2 കഷ്ണമായാലും നീ പോകും, പോയിരിക്കും.